ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രൂട്ട് കസ്റ്റേർഡാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വനില ഫ്ലേവർ വരുന്ന ഫ്രൂട്ട് കസ്റ്റേർഡാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്റർ പാല് ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് പാല് അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കൈവിടാതെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോകാനോ ഒന്നും പാടില്ല. വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇത്. പാലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈവിടാതെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം, തിളയ്ക്കുന്നത് വരെ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ലൈക്ക് എല്ലാം ചെയ്യാനൊന്നും മറക്കരുതേ. പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് കുറയാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇവിടെ എടുത്തിട്ടുണ്ട്. വനില ഫ്ലേവർ വരുന്ന കസ്റ്റാർഡ് പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് അല്പം പാല് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തിളപ്പിച്ച പാലിലേക്ക് ഒഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം. കസ്റ്റാർഡ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കട്ടിയിൽ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് 2.5 ടേബിൾ സ്പൂൺ മാത്രം കസ്റ്റാർഡ് പൗഡർ എടുത്തത്. നിങ്ങൾക്ക് ഒന്നും കൂടി കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിന് കസ്റ്റാർഡ് മിക്സ് ചെയ്യാനായിട്ട് ഒഴിച്ചിട്ടുള്ളത് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കസ്റ്റാർഡ് ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മധുരം ഒന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കസ്റ്റേർഡൊക്കെ ഒഴിച്ചിട്ടുള്ള പാൽ ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. മധുരമൊക്കെ ഇപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത്, ഒരു പകുതി ആപ്പിള്, പിന്നെ ഒരു അനാറോ ആണ് ഞാനിവിടെ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ രുചികരമായിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കാം. ചൂടുകാലത്തൊക്കെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്, ഷെയർ, ലൈക്ക് എല്ലാം ചെയ്യാനൊന്നും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.